ഹലോ എവരിവൺ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉഷ ജാനോ മാർവെല മെഷീൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഈ മെഷീൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീൻ തന്നെയാണ് ഈ ഉഷ ജാനോ മാർവെല മെഷീൻ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് സ്റ്റിച്ച്, സിക്സ് ആക്ക് സ്റ്റിച്ച് പോലുള്ള സ്റ്റിച്ചസൊക്കെ നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മെഷീൻ വാങ്ങിയ സമയത്ത് നമുക്കിതിലൂടെ എന്തൊക്കെ കിട്ടി നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യമേ തന്നെ ബോബിൻസ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോബിൻ കേസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രഷർ ഫൂട്ട്, റോൾ ഹെം ചെയ്യാൻ പറ്റുന്ന പ്രഷർ ഫൂട്ട്. ഈ പ്രഷർ ഫൂട്ടൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ വരും വീഡിയോസിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ നമുക്ക് നീഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് റിമൂവറും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇതിൽ കൂടെ തന്നെയായിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രഷർ ഫൂട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം കണ്ടില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഫൂട്ട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എളുപ്പമാണ് പ്രഷർ ഫൂട്ട് അതിൽ ഇടാനായിട്ടും. കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ നമ്മുടെ പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ഇടാനും സാധിക്കും. വീഡിയോ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഈ പ്രഷർ ഫൂട്ട് ജസ്റ്റ് ലിഫ്റ്റർ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഫിക്സായിട്ട് ഇരുന്നോളും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടില്ലെങ്കിലും 1-2 തവണ അത് ചെയ്യുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഇടാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പൂൾ പിൻ വരുന്നത്. നമ്മുടെ നൂല് ഇടാനായിട്ടുള്ള സ്പേസാണ് ഈ ഒരു മെഷീൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നൂല് ചുറ്റേണ്ടതെന്ന് നോക്കാം. സ്പൂൾ പിന്നിൽ നിന്നും നേരെ ഈ ഒരു വശത്തേക്ക് എന്ത് ചെയ്യുക, നൂല് ചുറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാം, അവിടെ ഒരു ആരോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതുപോലെ എടുത്ത് മേളിലോട്ട് വരിക. ഈ ഒരു ഭാഗത്തിടുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ചില സമയത്ത് ഇത് മെഷീൻ്റെ അകത്തോട്ട് താഴ്ന്നിട്ടായിരിക്കും ഇതിരിക്കുക. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, ഇത് താഴ്ന്നിട്ടായിരിക്കും ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ വീലില്ലേ, ആ വീല് ജസ്റ്റ് ഫ്രണ്ടിലോട്ടൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് മുകളിലോട്ട് വരുന്നതായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നൂല് അതുവഴി ഇടാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതുപോലെ എന്ത് ചെയ്യുക, നൂലെടുത്തിടുക, എന്നിട്ട് നേരെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സൂചിയുടെ ഓപ്പണിംഗ് വരുന്നത് ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്കാണ്. എടുത്തു പറയാൻ കാര്യം, നമ്മുടെ നോർമൽ മെഷീനോ അമ്പർല മെഷീനൊക്കെ ആണെങ്കിൽ സൈഡിലായിട്ടായിരിക്കും അതിൻ്റെ ഓപ്പണിംഗ് വരിക. പക്ഷേ ഈ മെഷീനിൽ നേരെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് നിങ്ങൾക്ക് നൂല് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് പവർ ഓൺ ചെയ്യാനായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് മോട്ടർ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ വലതുവശത്ത് താഴെയായിട്ട് നമുക്ക് ഇത് കണക്ക് സ്വിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബോബിനിൽ നൂല് ചുറ്റുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് നമ്മൾ നേരത്തെ എടുത്ത പോലെ സ്പൂൾ പിന്നിൽ നിന്നും നൂല് ചുറ്റിയെടുക്കുക. ഈ ഒരു വശത്തേക്ക് കണ്ടോ, ടെൻഷൻ ഡിസ്ക് പോലെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്ത് വലത്ത് നിന്നും ഇടത്തേക്ക് എന്ത് ചെയ്യുക, നൂല് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് നമ്മുടെ ബോബിനിൽ ചുറ്റി കൊടുക്കുക. കൈകൊണ്ട് തന്നെ 1-2 തവണ ബോബിനിലോട്ട് കൈകൊണ്ട് ചുറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, നൂല് നമുക്ക് ഇട്ട് കൊടുക്കുക. ഈ കറുപ്പ് കാണുന്നില്ലേ, കറുത്ത ഭാഗത്തായിട്ടാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, ആ വൈറ്റ് ഭാഗം കാണുന്ന അങ്ങോട്ടത്തേക്ക് എന്ത് ചെയ്യുക, അടുപ്പിച്ച് കൊടുക്കുക. ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, പവർ ഓൺ ചെയ്ത് നൂല് ചുറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് വീണ്ടും ബോബിൻ റിലീസ് ചെയ്യണമെങ്കിൽ വീണ്ടും അതിനെ അകത്തിയതിന് ശേഷം ബോബിൻ എടുത്താൽ മതിയാകും. ഓക്കെ, ഈ താഴ്വശത്തായിട്ട് വലതുവശത്ത് താഴെയായിട്ട് പവർ ഓൺ ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമുക്ക് LED ലൈറ്റും ഇവിടെ ഓൺ ആവുന്നതാണ്. കണ്ടല്ലോ, ഇനി നമുക്ക് എങ്ങനെയാണ് നൂല് ചുറ്റേണ്ടതെന്ന് നോക്കാം. നേരത്തെ ഇട്ടത് കണ്ടില്ലേ, സ്പൂൾ പിന്നിൽ നിന്നും ടെൻഷൻ ഡിസ്ക് വഴി നൂല് ചുറ്റി ബോബിനിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, പവർ ഓൺ ചെയ്ത് മോട്ടറിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അമർത്തി പിടിക്കുക. നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ മേളിൽ വെച്ചേക്കുന്നത്. നിങ്ങൾ പതുക്കെ അതിന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ബോബിനിൽ നൂല് ചുറ്റി വരുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട, ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കലി എല്ലാ വശത്തേക്കും ഒരുപോലെ ബോബിൻ എന്ത് ചെയ്യും, ചുറ്റിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഈ മെഷീൻ ഞാൻ വാങ്ങിയത് നെയ്യാറ്റിൻകര ഒരു ഷോപ്പിൽ നിന്നിട്ടായിരുന്നു. 11,000 രൂപയായിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ നിന്നും കുറച്ച് കുറവായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ബോബിൻ കേസിലേക്ക് വെക്കുന്നത് നോക്കാം.
ഈ കേസിനുള്ളിലേക്ക് എന്ത് ചെയ്യുക, ബോബിൻ ഇതുപോലെ വെക്കുക. വെച്ചതിന് ശേഷം കേസിൻ്റെ അകത്ത് കണ്ടില്ലേ ഒരു ചെറിയ വിടവ് പോലെ കാണും. ആ വിടവിനുള്ളിലേക്ക് നൂലിട്ട് പതിയെ അത് ബാക്കിലോട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ള് നൂല് അതിനകത്ത് വരുന്നതായിരിക്കും. കണ്ടില്ലേ? അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ആ നൂല് എന്ത് ചെയ്യുക, പതുക്കെ ഒന്ന് വലിച്ചു നോക്കുക. വലിച്ചു നോക്കുന്ന സമയത്ത് ബോബിൻ അതിനകത്ത് ചുറ്റുന്നുണ്ടോ നോക്കുക. കറങ്ങുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മളിട്ടത് കറക്റ്റായിട്ടുണ്ടെന്നാണ് അർത്ഥം. കാരണം ഒരുപാട് ലൂസായിട്ടും അത് കറങ്ങാൻ പാടില്ല, ഒരുപാട് ടൈറ്റായിട്ടും കറങ്ങാൻ പാടില്ല. നമുക്ക് വലിയുമ്പോൾ കറക്റ്റ് ഒരു മീഡിയം ലെവലിൽ എന്ത് ചെയ്യണം, അത് കറങ്ങി വരണം. അപ്പോൾ നമുക്ക് ഇടുന്നത് കറക്റ്റായിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇനി എങ്ങനെയാണ് ബോബിൻ കേസ് മെഷീനുള്ളിലേക്ക് വെക്കുക നോക്കാം. ബോബിൻ കേസ് എടുത്തിട്ട് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ആ വിടവ് കാണുന്നില്ല, ആ വിടവിൽ ബോബിൻ കേസിൻ്റെ ആ ഒരു വാല് പോലത്തെ ഭാഗം അവിടെ നിൽക്കണം, സ്റ്റക്കായി നിൽക്കണം. അപ്പോൾ അവിടെ വെച്ച് കൊടുത്തിട്ട് അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അടിനൂല് ചുറ്റിയെടുക്കാനായിട്ട് ഈ വീല് ജസ്റ്റ് കറക്കി എടുത്തു കഴിഞ്ഞാൽ അടിയിൽ നൂല് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഈ മെഷീൻ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അത്യാവശ്യം എംബ്രോയ്ഡറികൾ ചെയ്യാൻ പറ്റും, ബട്ടൺ ഹോൾ ചെയ്യാൻ പറ്റും, മെഷീനിൽ റോൾ ഹെം ചെയ്യാൻ പറ്റും. അങ്ങനെ അത്യാവശ്യം കുറച്ച് നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഈ മെഷീൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് വീട്ടിലിരുന്ന് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് ഈ മെഷീൻ എന്ന് പറയുന്നത്. കാരണം ഇത് ബൊട്ടിക്ക് ആവശ്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത് 24 hours നമുക്ക് മെഷീനിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനൊന്നും സാധിക്കില്ല. ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റിംഗ് ടൈം കൊടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വീട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഇത് ബെറ്റർ ഓപ്ഷനാണ്. കാരണം വളരെ സ്റ്റിച്ചിങ് ഒക്കെ വളരെ നീറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ അംബർല ഫ്രോക്ക് തയ്ക്കുമ്പോഴാണെങ്കിലും സ്കേർട്ട് തയ്ക്കുമ്പോഴാണെങ്കിലും കങ്കൂസൊക്കെ വെച്ച് തയ്ക്കണമെങ്കിലും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ടൺ ഹോളൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇടാനായിട്ട് സാധിക്കും. ഈ മെഷീനെ കുറിച്ച് കൂടുതൽ അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വരും വീഡിയോസിൽ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക്